അമ്മേ, മാളുന് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്നവർക്ക് എന്നാ പ്രശ്നം ഉണ്ടാകാനാ? തമാശ പറഞ്ഞല്ലമ്മേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. അമ്മ അവളുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കി. അമ്മ എന്തിനാ എന്നെ ദേഷ്യപ്പെട്ട് നോക്കുന്നേ? എടി, എഴുത്തും വായന അറിയാത്ത എനിക്ക് നീ ഫോൺ തന്നത് എന്നെ കളിയാക്കാൻ വേണ്ടിട്ടല്ലേടി? ഓ, ഞാൻ മറന്നുപോയി. ഇതാ ഞാൻ വായിച്ചു തരാം. അമ്മേ, അവളുടെ സ്റ്റാറ്റസ് ആണേ. ചില വീഴ്ചകൾ അങ്ങനെയാണ്, ചിലപ്പോൾ പഴയതുപോലെ തിരിച്ചു കയറാൻ പറ്റിയെന്ന് വരില്ല. അതെന്തോ പ്രശ്നം ഉണ്ടായിട്ടല്ലേ അമ്മ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ്? നല്ലതായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു, അതുപോലെ പ്രേമത്തിലെങ്ങാനും ചാടിയോ? ഒന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. ദേ, മാളുവല്ലേ വരുന്നേ? രണ്ടുപേരോട് പ്രേമക്കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കാണോ? ആരുടെയാ? മാളു, ഞങ്ങളോട് കള്ളത്തരൊന്നും പറയണ്ട. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്നു പറ. ഇതിനെ ഇങ്ങനെ സംസാരിക്കുന്നേ? പെണ്ണെ, ഞങ്ങളെ മുന്നിൽ കിടന്ന് അഭിനയിക്കരുത് കേട്ടോ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറ. ഇതിനെ നിങ്ങൾ കണ്ട് ഇങ്ങനെ സംസാരിക്കുന്നേ? എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടി മാളു, നിന്നെ ഞാൻ കുഞ്ഞിലെ മുതൽ കാണാൻ തുടങ്ങിയതാ. നിന്റെ മുഖം ഒന്ന് വാടിയ അപ്പഴേ എനിക്ക് മനസ്സിലാവും. മാളു, നീ കടുങ്കയൊന്നും ചെയ്യരുത്. ആത്മഹത്യ ഒന്നും ഒന്നിനും പരിഹാരമല്ല. ഓ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും എന്നാന്ന് വെച്ചൊന്ന് പറയാവോ? കണ്ടോമേ, പെട്ടെന്ന് ഇവിടെ ദേഷ്യപ്പെടുന്നുണ്ടോ? ഇവർക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. നിനക്ക് ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണല്ലേ? നീ ഒരു ഭ്രാന്തിന്റെ ഡോക്ടറെ പോയി കാണും. ഭ്രാന്ത് നിങ്ങളുടെ ഇരിക്കുന്ന ഈ മോക്ക്. അമ്മ ഭ്രാന്തിന്റെ ഡോക്ടർ അല്ല, സൈക്കോളജിസ്റ്റ്. നിങ്ങൾ എല്ലാരും കൂടെ മിക്കവാറും എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. എന്താന്ന് വെച്ചാ പറ. ഇപ്പം നിന്റെ വായിന്ന് കേൾക്കത്തില്ലെന്ന് മനസ്സിലായി. ഡി, അന്ന് വായിച്ച് കേൾപ്പിച്ച അവളെ. നീ കേട്ടോണേ, നിന്റെ ഇന്നത്തെ സ്റ്റാറ്റസാ. ചില വീഴ്ചകൾ അങ്ങനെയാണ്, ചിലപ്പോൾ പഴയതുപോലെ തിരിച്ചു കയറാൻ പറ്റിയെന്ന് വരില്ല. ഇതിന്റെ അർത്ഥം എന്നാടി? ഇതായിരുന്നോ കാര്യം? ഞാനുണ്ടല്ലോ സ്കൂൾ വിട്ട് വന്നപ്പം. സ്കൂളിൽ നിന്ന് സംഭവിച്ചാന്ന് മനസ്സിലായി. നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു കൊച്ചല്ലായിരുന്നോ? നിനക്ക് എന്താ പറ്റിയേ? പറ. എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കോ? ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പം അമ്മ ടേബിളെ കൊണ്ട് ചായ വെച്ചു. ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്ന. നീ എന്തിനാ അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്നേ? നിനക്കൊരു ചായ അങ്ങോട്ട് കുടിക്കാൻ മേലെ? ദേ, ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇവിടെ പറഞ്ഞു ഇരുന്നവരെ രണ്ടുപേരും ഒരു അക്ഷരം മിണ്ടരുത്. സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ചായ കുടിക്കാൻ അമ്മ ടേബിളെ കൊണ്ട് വെച്ച് കൂടത്തിൽ ഒരു ബിസ്ക്കറ്റും തന്നു. അത് ചായക്കകത്ത് മുക്കിയപ്പോഴത്തേക്ക് ഒരു പകുതി പീസ് അതിനകത്ത് ഒടിഞ്ഞു പോയി. അതിന്റെ സങ്കടത്തിൽ ഞാൻ പിടിച്ച് സ്റ്റാറ്റസ് ഇട്ടാ. ഇനി നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കി. നാളെ കുടുംബശ്രീ ചെല്ലുമ്പോഴത്തേന് നിന്റെ ഈ പ്രേമകഥ കേൾക്കാനായിട്ട് എല്ലാവരും കസേരയിട്ട് ചുറ്റിനിരിക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടുപോയി. എല്ലാം കൊണ്ട് കളഞ്ഞില്ലേ നിന്റെ ഒരു ചായയും ബിസ്ക്കറ്റും.